എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് ബഹളമായി വീട്ടില്. ഒരു കല്യാണ വീടാവുമ്പോ എങ്ങനെയാ ബഹളൊക്കെ ഉണ്ടാവും? കല്യാണത്തിന് സമയമുണ്ട്. നിശ്ചയ വീടാവുമ്പോഴും ബഹളുണ്ടാവും. നിശ്ചയത്തിന് സമയമില്ല. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഇങ്ങനെ പോരെ കല്യാണം കഴിക്കണ്ടേ? ശരി, എന്താ അപ്പൊ ആ കൊച്ചിനെ എന്ത് ചെയ്യും? ഇന്ന് നമ്മളേ സിമ്പിൾ റെസിപ്പി, നാടൻ റെസിപ്പി, ഒരു മുളക് പുളിയും പിന്നെ നമ്മുടെ പയറും കായും ഉപ്പേരിയും. ഈ എൻ്റെ വീട്ടിൽ പയറും കായും ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു ശീലം ഉണ്ടായില്ല. പയറും കായും കൂടെ മുളകോശിയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കണ്ണേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി. അമ്മായിയുടെ മോള്, കണ്ണേട്ടൻ ഒറ്റ മോനാണല്ലോ, അമ്മായി ഉണ്ട്, മാമിയുടെ മോള് തങ്കച്ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ പയറും കായും ഉപ്പേരി കഴിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഈ മാല എവിടെന്നാ? മാല അത് പറയേണ്ട ഒരു മാലയാണ്. ആഹാ, ഇത് കഴിഞ്ഞ ദിവസം വെണ്ണല അമ്പലത്തിൽ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഒരു രേഖ ചേച്ചിയെ പരിചയപ്പെട്ടു. അപ്പോൾ രേഖ ചേച്ചിയുടെ കഴുത്തിൽ ഈ മാല കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ഭംഗിയുണ്ടല്ലോ ചേച്ചി ഈ മാല എന്ന് പറഞ്ഞു. എനിക്ക് പൊതുവേ പേളുമാലകൾ ഇഷ്ടമാണ്. ചേച്ചി അപ്പം തന്നെ ആ മാല ഊരി എൻ്റെ കഴുത്തിലിട്ട് വന്നു. അങ്ങനെ രേഖ ചേച്ചി തന്ന ഗിഫ്റ്റാണ് ഈ മാല. നല്ല സ്നേഹമുള്ള ഒരു ആൾക്കാരാണ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. എല്ലാവരും തന്നെ നമ്മളോട് അത്രയും സ്നേഹത്തിൽ പെരുമാറി. അപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇപ്പൊ രേഖ ചേച്ചിയോട് സ്പെഷ്യൽ 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 താങ്ക്സ് പറയണം, അല്ലേ മിതു? ഇത് ഇങ്ങനെ ലോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടാം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുക കണ്ടോ, ഇത് ഇപ്പുറത്തേക്ക് തിരിക്കുമ്പോൾ അതിങ്ങനെ കല്ലൊക്കെ വെച്ചിട്ടുള്ളത് വരും. ഇങ്ങനെ തിരിച്ചിടാം കണ്ടോ. കളിക്കുക, കൂട്ടാരുണ്ടാക്ക്. നേരം വെളുത്തിട്ട് 11:53. ഇത്ര നേരമായിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. 11:50 അത് ചോദ്യമില്ല. ഞാൻ എന്തെടുക്കിരുന്നു? നിങ്ങളൊക്കെ നേരത്തെ കിടന്ന ആൾക്കാരല്ലേ. ഞാൻ കിടന്ന 3:30 4 മണിക്കായിരുന്നു. മിതു കിടന്നത് അങ്ങനെ തന്നെയാ. അവള് പ്രേമിക്കാൻ വേണ്ടി വൈകിയത്. അപ്പൊ ഞാനൊന്ന് അടുക്കളയിലേക്ക് ചെല്ലട്ടെ, എന്റെ കയ്യിലെ കറയൊക്കെ ഒന്ന് അധികം കളയട്ടെ. അപ്പൊ നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, മുളക് ചതച്ചതുണ്ട്, കറിവേപ്പില ഉണ്ട്, മുളക് പൊടി ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. നമുക്ക് വേഗം കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ ഉരുളിയും ചൂടാവേണ്ട ഇപ്പുറത്ത് ചട്ടി. ഇതിൽ മുളക് പുളി വെക്കാനാട്ടോ. ഇതിലാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോണേ. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഉപ്പേരിക്കുള്ള വെളിച്ചെണ്ണ ചൂടായി. വേണമെങ്കിൽ കടുക് ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. എന്ത് വേണം, കടുക് ചേർക്കണോ വേണ്ടയോ? എന്നാ കടുക് ചേർക്കാം. പൊട്ടട്ടെ. ബാക്കിയുള്ള വിശന്നിരിക്കുമ്പോഴാണ് ഇവിടെ അമ്മായിക്ക് അതിർണോ ഇതിർണോ ചോദ്യങ്ങൾ വരുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആളെ. അപ്പൊ ഞാൻ എന്താ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതില് ഉള്ളി ഉണ്ട്, രണ്ടല്ലി വെളുത്തുള്ളിയും ഉണ്ട്. ഓപ്ഷണലാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ പയറും കായും ഗ്യാസ് അല്ലേ, അതുകൊണ്ടാണ് 2 അല്ലി വെളുത്തുള്ളി ചേർത്തത്. നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഞാൻ ഉപദ്രവിച്ചിട്ട് അവൾ ഒച്ച ഉണ്ടാക്കിയെന്ന്. പിന്നില്ലാണ്ട് അതിന് തൊട്ട് മുന്നേ ഫ്രെയിം അവിടെ ഇരുന്നിരുന്നേ, ക്യാമറ ഇവിടെ ഇരുന്നു. അപ്പൊ അവൾ ആ കൈ കൊണ്ടിട്ട് വയറും പിച്ച് ചെയ്തിട്ടാണ് ഞാൻ പിടിച്ച് കടിക്കാൻ. എല്ലാവർക്കും മനസ്സിലാവും ഇതിൽ ആരാ കുറുമ്പെന്ന്. താങ്ക്സ്. നമുക്കിതില് കടുക് ചേർക്കാം. അയ്യോ, ഇപ്പൊ വീട്ടിലൊരു സാധനം മേടിക്കാൻ പറ്റില്ല. അപ്പ അരച്ച് മുഖത്ത് തേക്കും. ഇന്നിപ്പോ ബസ്മതി അരി എടുത്ത് തേക്കണ്ടായി. ഇന്നലെ മുളക് പൊടി തേക്കണ്ടായി. ചുമക്കും പറഞ്ഞിട്ട് മുളക് പൊടിയൊക്കെ എടുത്ത് തേക്കണ്ടായി. 2 ഉലുവ കഷ്ണം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി തന്നെ വാങ്ങിയതാ ബസ്മതി അരി. മുളക് പൊടി ഒന്നും ഞാൻ തേച്ചില്ല. ഇനിയിപ്പൊ ഓയിലി സ്കിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് തളച്ച എണ്ണയിൽ മുഖം മുക്കുവോ? വറ്റൽമുളക്. എന്റെ വില മനസ്സിലാണെങ്കിൽ 1 വർഷം കഴിയട്ടെ. യു വിൽ ബി ലൈക്ക് എന്റെ കൊച്ചു സൂപ്പർ നമുക്ക് ഈ ഉള്ളി മൂത്ത് തുടങ്ങിയിട്ട് അതിലേക്ക് നമുക്ക് ചതച്ച മുളക് ചേർക്കാം. കറിവേപ്പില, അതിലും കറിവേപ്പില. പുളിവെള്ളം കലക്കിയ സമയം കൊണ്ട് ഇത്തിരി രസം വെച്ചാ പോരുന്ന എന്തുണ്ടാക്കിയാലും പറയും. ഉള്ളി പച്ചമുളക്. അതാണ് ചേട്ടനെ കളിയാക്കിയത്. അങ്ങനെ എന്തുണ്ടാക്കിയപ്പോ
ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി കേട്ടോ. പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. കായ വേവിച്ചിട്ടില്ല. കായ വേവിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ പക്ഷെ ഇതിലേക്ക് കായ ചേർക്കണത്. വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. നീ കല്യാണത്തിന് ജോലി ചെയ്യാമോ? ചെയ്താലിപ്പോ എന്താ, ഇതിവിടെ കരിഞ്ഞു തുടങ്ങി. ഇതിലൊരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. പുളി പിഴിഞ്ഞ് ചേർക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോരുത്. അതില് പുളിയൊക്കെ ഒഴിച്ചിരുന്നിട്ടാ. ഞാനല്ലല്ലോ ഇപ്പൊ കല്യാണം കഴിക്കാൻ ഇപ്പോൾ ആൾക്കാര്. കല്യാണം കഴിക്കണമെങ്കിൽ ഇപ്പൊ എന്താ വീട് എനിക്ക് കഷ്ടമാണ് നോക്കണേ. എനിക്ക് വെളിവുണ്ട്, ബോധമുണ്ട്. അത് ഞാൻ തന്നെ കണ്ടു. മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങണത്. അതിന് ഉറക്കം വന്നാ പിന്നെ എന്ത് ചെയ്യും? ഞാൻ രാത്രി ചെല്ലുമ്പോഴേ അമ്മ വേണ്ട വേണ്ട. രണ്ടെണ്ണം മൊബൈല് വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ ചെല്ലുമ്പോ മൂടി പൊതിച്ച് കിടക്കാം. അപ്പൊ ഞാൻ നോക്കിയിട്ട് എന്താ നോക്കിയപ്പോ ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട്. ക്യാമറയിൽ നോക്കിയപ്പോ അവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട്. ഇതാർക്കതിൽ പ്രാന്തം അറിയില്ല. ഞാൻ കണ്ടിട്ടോട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മോക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മരുമോൻ ഏതോരണത്തിൽ ശരിക്കും വട്ടാവും. അപ്പൊ കണ്ടിട്ട് പറഞ്ഞു രണ്ടിനും വട്ടാവും. നമ്മുടെ അല്ലേ മോളെ. ഞങ്ങളുടെ കാലത്ത് പരിപാടി ഉണ്ടായില്ല. അതെ, മൊബൈലുണ്ടായില്ല. നേരിട്ട് കാണായിരുന്നല്ലോ, നേരിട്ട് സംസാരിക്കായിരുന്നല്ലോ. അത് രണ്ടിലേക്കും കൂടെ ഒരുമിച്ചെടുത്തത്. എനിക്കത് മൊത്തത്തിൽ പോയി ചാൻസ് ഉണ്ട്. പിന്നെ എന്റെ പോലല്ല, 10-27 അല്ലേ ഞാൻ ജോലി എടുത്തു. 27 അല്ലേ 28 അല്ലേ. ശരി, അതിനു മുമ്പ് സ്വന്തമായി ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇദ്ദേഹം ഒന്ന് വേവട്ടെ. ഇത് വേവട്ടെ, ഇത് തിളക്കട്ടെ. അല്പം മഞ്ഞൾപ്പൊടി രണ്ടിലും. ആ, അതിലേക്ക് അല്പം മുളക് പൊടി. ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർക്കണം. ശർക്കര സുമിച്ച് എടുത്ത് വെച്ചേക്കുന്നത് ഒരിത്തിരി അളവ് കൂടുതലാണ്. ഇത്രയും വേണ്ട. കുഞ്ഞു കഷ്ണം ശർക്കര. തിളക്കട്ടെ. ഇതൊന്ന് തിളക്കട്ടെ, ഇത് വേവട്ടെ. നമുക്ക് വേവിച്ച പയറും കൂടെ അതിൽ ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഉപ്പേരി റെഡിയാണ്. എനിക്ക് പയർ ഇത്തിരി, ഇവിടെ ആകാശിനും എനിക്കും ഒക്കെ പയർ ഒരിത്തിരി ഉടഞ്ഞതാ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇത്തിരി വേവിച്ചിട്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. വേവ് കുറച്ചെടുത്താൽ കുറച്ചും കൂടെ പയർമണി പോലെ തന്നെ കിടക്കും. അപ്പോൾ ഉപ്പേരി റെഡി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ ഇവിടെ തിളച്ച് ഓഫ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമ്മുടെ കുഞ്ഞു റെസിപ്പിയാണ്, നമ്മുടെ കുഞ്ഞു ലഞ്ച്. എന്താണ്? മുളകുപുളി പയറുങ്കായ ഉപ്പേരി. അപ്പോൾ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.